ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു തോട്ടം കാണാൻ വന്നേക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയാണേ. ഈ കിണർ കണ്ടാൽ പോയി ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം നമുക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ഞാനും അതുപോലെ നോക്കി. എനിക്ക് നോക്കണ പേടി കേട്ടോ, അതുകൊണ്ട് ഞാൻ എത്തിയൊന്നും നോക്കില്ല. ജസ്റ്റ് അങ്ങനെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ. ഉള്ളിൽ വെള്ളമൊന്നുമില്ല, ഫുള്ള് പാറയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ തോട്ടം. നല്ല അടിപൊളി തോട്ടമാണ്. ഈ സാധനം കണ്ടപ്പോൾ നല്ല ഭംഗി വന്നു കേട്ടോ. പിന്നെ ആ തോട്ടത്തിൽ നമ്മുടെ ഇരുമ്പമ്പുളിയൊക്കെ ഇഷ്ടം പോലെ ഇരുമ്പമ്പുളി മരം ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ തോട്ടം. അങ്ങനെ നമ്മൾ തോട്ടമൊക്കെ കണ്ട് ഇനി നമുക്ക് മരമൊക്കെ ഒന്ന് എണ്ണണം. എത്ര മരം ഉണ്ടെന്നൊക്കെ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു കേട്ടോ. പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പൊളിഞ്ഞ് പോയിട്ടുണ്ട്, പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടം. അപ്പം ഞാൻ ഇവിടെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തതാണ് കേട്ടോ. പേപ്പറും പേനയും കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ മറന്നു പോകാതിരിക്കാൻ പെട്ടെന്ന് പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. നിറയെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. ഇത്തവണ നേരത്തെ ഇല പൊഴിഞ്ഞ് നേരത്തെ ഇല വന്നു, അതുകൊണ്ട് നിറയെ ഇലയൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ പന്നി ഫാമോ അങ്ങനെ എന്തോ പണിയാൻ വേണ്ടിയിട്ട് ഉള്ളതായിരുന്നു തോന്നുന്നു കേട്ടോ. ഇതിനപ്പുറത്തോട്ട് ഫോറസ്റ്റാണ്, തേക്കുംകാടാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ. അപ്പോൾ അവരവിടെ അതിർത്തിയായിട്ടുള്ള കല്ലൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. പന്നി ഉണ്ടെന്നുള്ളതിന് തെളിവ് തേങ്ങ പൊതിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ തോട്ടത്തിലൊരു ആത്തച്ചക്ക പഴുത്ത് വയ്ക്കുന്നു കേട്ടോ. അപ്പോൾ അത് പറിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. പറിച്ച് കഴിക്കാം. നല്ല പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. അത് തോട്ടത്തിൽ നിറയെ ആത്തച്ചക്ക, തേങ്ങ, മാങ്ങ, ചക്ക എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ റബ്ബർ മാത്രം നോക്കാൻ വന്നതാണേ. നമുക്ക് അടുത്ത സീസണിലേക്കുള്ള റബ്ബർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ആത്തച്ചക്ക കണ്ടപ്പോൾ അതൊന്ന് പറിക്കും. പഴമാണോ? അങ്ങനെ ആത്തച്ചക്ക പറിച്ചെടുത്ത് തന്നു കേട്ടോ ചേട്ടൻ. ആത്തച്ചക്ക അങ്ങനെ തന്നെ നമ്മളെടുത്തു കഴിക്കാൻ പോകാട്ടോ. കഴിച്ചിട്ടെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടെ. പിന്നെ ഇത് ഫുള്ള് തേക്കാണ് കേട്ടോ. ആണ് ഇങ്ങോട്ടുള്ള വഴി. ഇതൊരു കിണറായിരുന്നു. പിന്നെ മാവുണ്ടെന്ന് പറഞ്ഞല്ലോ, നിറയെ കണ്ണിമാങ്ങകളാണ് കേട്ടോ. കണ്ണിമാങ്ങകളൊക്കെ പൊഴിഞ്ഞ് ആടുന്നുണ്ട്. പണ്ട് നമ്മൾ ഈ സ്കൂൾ അടയ്ക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേനും നിറയെ കണ്ണിമാങ്ങകളും മാങ്ങകളൊക്കെ ആയിരിക്കുമല്ലോ. ആ ഒരു നൊസ്റ്റാൾജിയയിൽ പോയി രണ്ടൊന്ന് കണ്ണിമാങ്ങ വറുക്കിയെടുത്ത് കേട്ടോ. കഴിച്ച് നോക്കി, നല്ല പുളിയുള്ള കണ്ണിമാങ്ങയാണ് കേട്ടോ. കണ്ടോ, ഞാൻ കണ്ണിമാങ്ങ കഴിച്ച് നോക്കട്ടെ. നല്ല പുളിയായിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ കുഞ്ഞു മാങ്ങയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല പുളി ഉണ്ടായിരുന്നു. അവിടെ ഒരു വീടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആൾ താമസമില്ല കേട്ടോ. ഇതുവരെ നമ്മുടെ തോട്ടത്തിനുള്ളിലൂടെയാണ് ടവർ ലൈൻ പോകുന്നത് കേട്ടോ. നമ്മളെവിടെ ചെന്നാലും ആനയുണ്ട് കേട്ടോ. ആനയുമായിട്ടാണ് നമ്മുടെ സഹവാസം പോകുന്നത്. ഈ മരത്തിലൊക്കെ ആന വന്നിട്ട് ഇങ്ങനെ ഉരുമിയിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ തോട്ടത്തിലൊരു ഷീറ്റടിക്കുന്ന മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഷീറ്റടിയില്ല, നമ്മൾ ബാരലിലൊഴിക്കുന്ന പരിപാടിയാണ്. പണ്ട് നമ്മൾ ഷീറ്റടിച്ചുകൊണ്ടിരുന്ന ഇത് വെച്ചിട്ട് ഞാൻ പയ്യ മെഷീനൊക്കെ ഒന്ന് പോയി കറക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ ചെറിയ ഇതുണ്ട്. അവിടെ ഇങ്ങനെ ഒരു കശുമാവൊക്കെ ഉണ്ട്. ഇവിടെ ഭായിമാരുണ്ട് കേട്ടോ. ആനപ്പിണ്ടം കിടക്കുന്നു. ഈ അടുത്തിടയ്ക്ക് എങ്ങോ വന്നു പോയതാണ് കേട്ടോ. ഇതാണ് ആന വന്നത്. ആ തെങ്ങ് മറിക്കാൻ നോക്കിയതാണ് കക്ഷി. ആ തെങ്ങിൽ നിറയെ ചെളി പിടിച്ചിരിക്കുന്നുണ്ടോ. ആന വന്നിട്ട് തെങ്ങ് മറിക്കാൻ നോക്കിയതാണ്. ഈ അടുത്തിടയ്ക്കെങ്ങോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞൊഴിഞ്ഞ് പോയതാണ്. അതും ഒരു വീടായിരുന്നു, ആൾ താമസമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ആനയുടെ ശല്യമായപ്പം ആളുകളൊക്കെ ഒഴിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ സാധനം തൊണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. തൊണ്ടിക്ക നല്ല രസമുണ്ടായിരുന്നു അതിങ്ങനെ വള്ളി തൂങ്ങി കിടക്കുന്ന കാണാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിങ്ങനെ തോട്ടത്തിൽ വന്ന് തോട്ടമൊക്കെ കണ്ടു, മരമൊക്കെ എണ്ണി. ഇനി നമുക്ക് തിരിച്ചു പോകാം കേട്ടോ. ശീമക്കൊന്നയൊക്കെ പൂത്തി. ഈ ശീമക്കൊന്നയുടെ പൂവിൻ്റെ കളർ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന വഴിക്ക് ഇവിടുന്ന് തണ്ണിമത്തം മേടിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബായ്.